ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11 അധ്യായം 11 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. ഖലീൽ ജിബ്രാൻ തൻ്റെ 22ാമത്തെ വയസ്സിൽ എഴുതിയ പുസ്തകമാണ് അൽ മ്യൂസിക്ക. അറബി പദങ്ങളിൽ നിന്ന് മലയാളത്തിലേക്ക് ഇതിനെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഡോക്ടർ MA അസ്കറാണ്. ആമുഖത്തിലുള്ള സംഭവം: കുട്ടിക്കാലത്ത് കാറ്റിലേക്കും മഴയിലേക്കും ഓടിയിറങ്ങാറുണ്ട് ജിബ്രാൻ. ഏകാന്തതയുടെ സഹയാത്രികരായി ആരും കാണാതെ ലെബനോന്റെ കുന്നുകളിലും താഴ്വരകളിലും അവൻ അലഞ്ഞു നടന്നു. ഒരിക്കൽ ബാൻബെക്കിന്റെ പുരാതന അവശിഷ്ടങ്ങളിൽ കൗതുകത്തോടെ നടക്കുമ്പോൾ ദൂരത്തേക്ക് കണ്ണും നട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ജിബ്രാൻ കണ്ടു. ജിബ്രാൻ ആ മനുഷ്യനോട്, താങ്കൾ ഇവിടെ എന്ത് ചെയ്യുകയാണ്? അതിനദ്ദേഹം ജീവിതത്തിലേക്ക് നോക്കുകയാണ്. അപ്പോൾ ജിബ്രാൻ, അത്രയ്ക്കേ ഉള്ളോ? അതിനദ്ദേഹം, എന്താ അത്രയ്ക്ക് പോരെ? ബാലനായ ജിബ്രാന്റെ ഉലച്ച സംഭവമാണിത്. നോമ്പ് നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും നോക്കുവാനുള്ള ഒരു സന്ദർഭം കൂടിയാണ്. അത്തരത്തിലുള്ള ഒരു കുടുംബത്തെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ ധ്യാനിക്കുന്നത്. ബെഥാനിയയിലെ ഭവനം, ക്രിസ്തു കേന്ദ്രീകൃത കുടുംബം. ഈ വേദഭാഗത്ത് നിന്നും 2 ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1, ജീവസുറ്റ ബന്ധങ്ങളുടെ കൂട്ടായ്മയുടെ ഉത്തമ മാതൃകയുള്ള ഭവനം. ബഥാനിയയിലെ ലാസറിന്റെ ഭവനം എപ്പോഴും കർത്താവിനോട് വളരെ അടുത്ത കൂട്ടായ്മയും സ്നേഹബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന കുടുംബമായിരുന്നു ബഥാനിയയിലെ ലാസറിന്റെ കുടുംബം. ഈ ഭവനത്തിലെ അംഗങ്ങളായ ലാസറും മാർത്തയും മറിയയും യേശുക്രിസ്തുവിനോട് വളരെ വ്യക്തിപരമായ അടുപ്പവും സ്നേഹവും കാത്തു സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ഈ ഭവനം പലപ്പോഴും സന്ദർശിക്കുകയും ഈ ഭവനത്തെ സ്നേഹിക്കുകയും ചെയ്തത്. ഈ മറിയ തന്നെയാണ് കർത്താവിന് പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. ജീവസുറ്റ ബന്ധങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് ഈ കുടുംബത്തിൽ നിന്ന് കാണാം. ഇവർ പരസ്പരവും യേശുക്രിസ്തുവുമായിട്ട് ഈ ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു. നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലും വീഴ്ചകളോ വിള്ളലുകളോ വന്നിട്ടുണ്ടോ? ഒന്ന് നാം ആത്മപരിശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഈ നോമ്പിന്റെ നാളുകളിൽ ജീവസുറ്റ ബന്ധങ്ങളുടെ കൂട്ടായ്മ ദൗത്യം തിരിച്ചറിയുന്ന ഇടമാക്കി മാറേണ്ടത് അത്യാവശ്യമാണ്. 2, ഇടർമ്മകളിലെ ദൈവാനുഭവം തിരിച്ചറിഞ്ഞ കുടുംബം. ജീവിതത്തിലെ ഇടർമ്മകളിൽ അനുഭവിക്കുന്ന ദൈവാനുഭവം നമ്മുടെ ദൈവാശ്രയത്തെയും ദൈവവിശ്വാസത്തെയും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല. ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ഈ ദൈവകൃപ നമുക്കും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും അനുഭവിച്ചറിയുവാൻ ഇടയാകണം. യേശു കർത്താവിൻ്റെ നിരന്തര സാന്നിധ്യം അനുഭവിച്ച ഭവനമായിരുന്നിട്ട് പോലും പ്രതിസന്ധികളും രോഗങ്ങളും വേർപാടും ഈ കുടുംബത്തിന് ഉണ്ടായിരുന്നതായി നമുക്ക് കാണാം. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത്തരം അനുഭവങ്ങളൊക്കെ കടന്നു വന്നേക്കാം. എന്നാൽ അവിടെയൊക്കെ നമ്മുടെ പ്രതികരണം വിശ്വാസത്തിൽ അടിയുറച്ചതും ആഴത്തിലുള്ള പ്രത്യാശയോടും ആയിരിക്കണം. ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ പ്രാർത്ഥനയിൽ കൂടി ക്രിസ്തുവിനോട് അടുത്ത് പാപക്ഷമയിലൂടെ ആത്മീയതയുടെ ഔന്നിത്യത്തിൽ എത്തിച്ചേരുവാൻ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും കഴിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, നിന്റെ പുത്രനും ഞങ്ങളുടെ സഹോദരനുമായ യേശുക്രിസ്തുവിൻ്റെ മാതൃകയിലേക്ക് വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ തനിയെയാണെന്ന് തോന്നുമ്പോൾ എപ്പോഴും ഞങ്ങളോട് കൂടി ഉണ്ടായിരിക്കുകയും ഞങ്ങളെ ഉറപ്പിക്കുകയും ചെയ്യുന്നതിനായി നിന്നെ സ്തുതിക്കുന്നു. ആമീൻ.